അവർ അറിയണമായിരുന്നു കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. BJP വളരെ ശക്തമായി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയെ. അപ്പോൾ ഭരണപക്ഷത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ, ഇതിന്റെ കുറച്ച് മെച്ചങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച ആം ആദ്മി പാർട്ടിക്ക് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടാകുമോ? ആം ആദ്മി പാർട്ടി ഇനി നേരിടാൻ പോകുന്നത് കൊഴിഞ്ഞുപോക്കിനെ എങ്ങനെ തടയാൻ സാധിക്കും എന്നുള്ളതായിരിക്കും. ആ ഒരു വിഷയത്തിൽ അഗ്രഗണ്യന്മാരാണ് സ്ട്രാറ്റജിയൊക്കെ തയ്യാറാക്കി എതിരാളികളെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ BJP. ഡൽഹിയിലെ ഭരണം നഷ്ടപ്പെടുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഇനി എന്ത്? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 27 വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം BJPയുടെ അധികാര പരിധിയിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ പതനവും. എന്തായിരിക്കും BJP അധികാരത്തിലേക്ക് എത്തിച്ചതും ആം ആദ്മി പാർട്ടിയെ പതനത്തിലേക്ക് എത്തിച്ചതും? ടോക്കിംഗ് പോയിന്റിൽ പരിശോധിക്കാം. നമ്മോടൊപ്പമുള്ളത് കൗമുദി TV ന്യൂസ് ഹെഡ് ലിയോ രാധാകൃഷ്ണനാണ്. നമസ്കാരം സർ. നമസ്കാരം. ഒത്തിരിയേറെ വാർത്താ പ്രാധാന്യം നേടിയ ഒന്ന് തന്നെയായിരുന്നു അഴിമതി ആരോപണങ്ങൾ. അരവിന്ദ് കെജ്രിവാളിനെതിരെയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെയും ഉള്ള അഴിമതി ആരോപണങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണോ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ തളർച്ചയിലേക്ക് നയിച്ചത്? ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി നൽകിയ പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒന്ന് തന്നെയാണ് ഈ അഴിമതി ആരോപണങ്ങൾ. നമുക്കറിയാം 2013 അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെയാണ് ആം ആദ്മി പാർട്ടി രംഗത്തേക്ക് വരുന്നത്, അരവിന്ദ് കെജ്രിവാളും. അന്നൊക്കെ ആരാണ് ഈ അരവിന്ദ് കെജ്രിവാൾ എന്നാണ് എല്ലാവരും ചോദിച്ചത്. എന്താണ് ഈ ആം ആദ്മി പാർട്ടി, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അഴിമതിക്കെതിരെ ഇവരുടെ പോരാട്ടം എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യമാണ് അന്ന് ഉണ്ടായത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2013 ഷീലാ ദീക്ഷിത് സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ്. പിന്നീട് 1ഉം 2ഉം ആം ആദ്മി പാർട്ടി സർക്കാരുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നു, ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. അതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം അവർ വെച്ച് പുലർത്താൻ തുടങ്ങി. പക്ഷേ 3ആം ആം ആദ്മി പാർട്ടി സർക്കാർ മറ്റൊരു തരത്തിലാണ് ജനങ്ങളെ സമീപിച്ചത് എന്നൊരു സംശയം ജനങ്ങളിൽ ഉണ്ടായി. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അഴിമതി ആരോപണങ്ങൾ തന്നെയാണ്. ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ വലിയ സംശയമുണ്ടായിരുന്നു. സ്വകാര്യ മേഖലയിലേക്ക് അത് പോകുമ്പോഴുണ്ടാകുന്ന നേട്ടം എത്രയായിരിക്കും ആം ആദ്മി പാർട്ടിക്ക് എന്ന് ഏവരും വലിയ രീതിയിൽ ചർച്ച ചെയ്യാനും തുടങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ആം ആദ്മി പാർട്ടി അത്തരത്തിൽ ഒരു ഫണ്ട് കളക്ഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും ഈ അവർക്ക് ലഭിച്ചേക്കാവുന്ന അഴിമതി പണം, അതുമായി ബന്ധപ്പെട്ട് ചില കോണുകളിൽ നിന്നും ഉയർന്നു വന്ന ചർച്ച എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പണം വേണം. ആ പണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കുന്നുണ്ട് അവരവരുടേതായ സോഴ്സുകളിലൂടെ. ആം ആദ്മി പാർട്ടിയും അത്രയാണ് ചെയ്തിട്ടുണ്ടാവുക. അവർക്ക് അധികാരമുള്ളത് ഡൽഹി മാത്രമാണ്, മറ്റൊന്ന് പഞ്ചാബ്. പഞ്ചാബിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങളും സാധ്യതകളും ഇവിടെയാണ്, ഡൽഹിയിലാണ്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ പണം ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിക്കുണ്ടായ ഏറ്റവും വലിയ വീഴ്ച അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു തെറ്റായ സമീപനം എന്ന് പറയുന്നത് അതിനെ നിസ്സാരമായി കാണാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അവർ അറിയണമായിരുന്നു കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. BJP വളരെ ശക്തമായി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയെ. എല്ലാ വശവും പഠിച്ചവർ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഓരോ വാദങ്ങളും തെറ്റാണോ എന്ന് സംശയിക്കാൻ തുടങ്ങി ജനം. ഈ അഴിമതി ആരോപണം കൂടുതൽ മൂർച്ചയേറിയ ഒരു ആയുധമായി ആം ആദ്മി പാർട്ടിയെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ അവരെ പരിക്കേൽപ്പിച്ചത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ തന്നെ സഖ്യകക്ഷിയായി കുറേയേറെ കാലം ഉണ്ടായിരുന്ന കോൺഗ്രസ്, ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആഞ്ഞടിച്ചത് ആം ആദ്മി പാർട്ടിക്കെതിരെയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഈ അഴിമതി ആരോപണങ്ങൾ അവർ ആയുധമാക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും സംശയിച്ചു ഈ അഴിമതിയിൽ. അപ്പോൾ BJP മാത്രമല്ല, അവരുടെ തന്നെ ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസും ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങുമ്പോൾ അതിലെന്തെങ്കിലും ഇല്ലേ എന്നൊരു സംശയം ജനങ്ങൾക്കും ഉണ്ടായി. അത് വാസ്തവമാണ്. അതെ. അപ്പോൾ ഭരണപക്ഷത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ, ഇതിന്റെ കുറച്ച് മെച്ചങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച ആം ആദ്മി പാർട്ടിക്ക് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും ഈ 3ആം ആം ആദ്മി സർക്കാരിന് തന്നെയാണ് അവിടെയും പിഴവ് സംഭവിച്ചത്, ഭരണവിരുദ്ധ വികാരം. അവർ അത്തരത്തിലൊന്ന് പ്രതീക്ഷിച്ചില്ല. ഈ ഫ്രീബീസ് നമ്മൾ പറയുമ്പോൾ സൗജന്യ വൈദ്യുതി, അതുപോലെ തന്നെ സൗജന്യമായി നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ, ഇതിലൊക്കെ ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി നിലകൊള്ളും ഈ കാരണങ്ങളാലൊക്കെ തന്നെ എന്നവർ വിശ്വസിച്ചു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല.
മൂന്നാം ആം ആദ്മി സർക്കാർ ഈ അഴിമതി ആരോപണത്തെ നേരിടുന്നത് കൊണ്ടായിരിക്കാം ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, നിലവാരമുള്ള റോഡ് അവരുടെ ഒരു വാഗ്ദാനമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പലയിടത്തും വാർത്തയായി. അതുപോലെ തന്നെ യമുന നദിയിലെ വെള്ളം, ആ ഒരു കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഡൽഹി സംസ്ഥാനത്തിന്. അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുന്നത് ഹരിയാനയാണ്. ഹരിയാന ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയം പ്രയോഗിച്ചില്ലേ എന്നൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കൊടുക്കാനുള്ള വെള്ളം കൊടുക്കുന്നില്ല, വെള്ളത്തിൻ്റെ അളവ് വെട്ടിക്കുറച്ചു. പക്ഷേ ഹരിയാന പറയുന്നു തങ്ങൾക്ക് അനുവദിക്കാൻ സാധിക്കുന്ന വെള്ളത്തിൻ്റെ പരിധിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ടായി. കുടിവെള്ള പ്രശ്നം ജനങ്ങൾ നോക്കുമ്പോൾ തങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല, അവർ ഭരിക്കുന്നവരെ കുറ്റം പറയുന്നു. മറ്റൊന്ന്, യമുന ശുചീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ താൻ ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് ചോദിച്ച് വരില്ല എന്നാണ് മുൻപ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും യമുന വളരെ മലിനമായിക്കൊണ്ടേയിരിക്കുന്നു, അവിടെ വൃത്തിയാക്കുവാൻ സാധിച്ചില്ല. അത് പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ ആയുധമാക്കുകയും ചെയ്തു പ്രചാരണ രംഗത്ത്. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവർക്ക് പാലിക്കാൻ സാധിക്കാത്ത വാഗ്ദാനമായി വന്നു. അത് വളരെ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഒട്ടേറെ കാര്യങ്ങളിൽ. അപ്പോൾ പാർട്ടിയെ പോലെ തന്നെ ഈ വ്യക്തിപ്രഭാവം, ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന ബ്രാൻഡിന്, ആ വാക്കിന്, ഒരു പേരിന് ഒരു ബലമുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് പാളിത്തുടങ്ങിയത്? അരവിന്ദ് കെജ്രിവാൾ തുടക്കം മുതൽ തന്നെ ശക്തനായ ഒരു നേതാവായി വരുന്നു. അരവിന്ദ് കെജ്രിവാൾ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം തുടർന്ന് പാർട്ടി വിടുന്നു. അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു വ്യക്തിയായി ആം ആദ്മി പാർട്ടിയിൽ വളരുന്നു. അതിൻ്റെ മുഖവും നാവുമായി അരവിന്ദ് കെജ്രിവാൾ വേഗത്തിൽ മാറുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നേതാവായുള്ള വളർച്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് രാജ്യതലസ്ഥാനം. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിനപ്പുറത്തേക്ക് അഴിമതിക്കെതിരായ പോരാളി എന്നുള്ള പേരും അദ്ദേഹം നേടിയെടുത്തു. ഇത്രയും കൂടി ആയപ്പോഴേക്കും എല്ലാവരും അദ്ദേഹത്തെ വിശ്വസിക്കാൻ തുടങ്ങി. ആദ്യത്തെ 1-2 ആം ആദ്മി സർക്കാരുകളിൽ നമ്മൾ കണ്ടതും അതുതന്നെയാണ്. വളരെ ശക്തമായ മുന്നേറ്റം അവർക്ക് നടത്താൻ സാധിച്ചു. പ്രതിപക്ഷത്തിന് ഉന്നയിക്കുവാനായി ഒരു ആരോപണം കിട്ടുന്നില്ല, പ്രയോഗിക്കാനായി ഒരു ആയുധവും കിട്ടുന്നില്ല. കേരളത്തിൽ പോലും ഫോളോവേഴ്സ് വന്നു തുടങ്ങി. ഈ ഭരണത്തിൻ്റെ തണലിൽ അവർ പഞ്ചാബിൽ ഭരണം പിടിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസം നഷ്ടപ്പെട്ട് മടുപ്പ് തോന്നിയ ജനങ്ങൾക്കൊരു പ്രതീക്ഷയായി ആം ആദ്മി പാർട്ടി വളരുന്നു, കെജ്രിവാളും. പക്ഷേ ഈ മദ്യനയ കേസോടുകൂടി എല്ലാം തകിടം മറിയാൻ തുടങ്ങി. കെജ്രിവാളിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തന്നെ അതിൽ തട്ടി വീഴുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കെജ്രിവാൾ എന്ന നേതാവ് ഈ മദ്യനയ കേസിൻ്റെ ആരോപണത്തെ തുടർന്ന് അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച അറസ്റ്റിലായിട്ടും മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ജയിലിൽ തുടർന്നു. അതിനുശേഷം പുറത്തു വന്നതിന് ശേഷമാണ് ആതിഷിക്ക് അധികാര കൈമാറ്റം നടത്തിയത്. മറ്റൊന്ന്, അടുത്ത ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യയുടെ പേര് പോലും ഉയർന്നു കേട്ടു. അപ്പോൾ എല്ലാവരും സംശയിക്കാൻ തുടങ്ങി, കെജ്രിവാൾ ഇനിയിപ്പോൾ രാജിവെക്കുന്നില്ല, ഇനിയിപ്പോൾ വീണ്ടും കുടുംബത്തിൽ തന്നെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായി. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ തിരഞ്ഞെടുപ്പ് വരുന്നു. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു അലയൻസിൻ്റെ പാതയിലേക്ക് പോകുവാൻ ആം ആദ്മി പാർട്ടി തയ്യാറായില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അവർക്ക് വലിയ രീതിയിൽ ഒരു തന്ത്രപരമായ പാളിച്ചയാണ് സംഭവിച്ചത്. കോൺഗ്രസ്സിന് നല്ല ഒരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ട് ഡൽഹിയിൽ, എന്ത് തന്നെ പറഞ്ഞാലും. ന്യൂനപക്ഷങ്ങൾ വളരെ ശക്തമായി അവരെ പിന്തുണയ്ക്കുന്നവരാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ സ്വന്തം നിലയ്ക്ക് ശക്തമായി മത്സരിക്കാം. അവർ ആക്രമിച്ചതാകട്ടെ ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ ഇവിടെ തന്ത്രപരമായൊരു വീഴ്ച സംഭവിച്ചത് കെജ്രിവാളിന് തന്നെയാണ്. കാരണം റിസീവിംഗ് എൻഡിൽ നിൽക്കുന്നത് അദ്ദേഹമാണ്. ഒട്ടേറെ ആരോപണങ്ങളുണ്ട്. ശക്തരായ എതിരാളിയാണ് BJPയെ നേരിടണമെന്നുണ്ടെങ്കിൽ എന്തായാലും സഖ്യകക്ഷികൾ ഉണ്ടാകണം. കുറച്ചുകൂടി ഒരു 6-7% വോട്ട് അവർക്ക് തീർച്ചയായിട്ടും കിട്ടി. ആ 7% വോട്ട് കൂടി ഇങ്ങോട്ട് വന്നിരുന്നുവെങ്കിൽ വലിയ വ്യത്യാസമുണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ മണ്ഡലത്തിലും വോട്ട് വിഘടിച്ചു പോയതിനെ ഒരുമിച്ച് നിർത്താൻ സാധിക്കുമായിരുന്നു. അവിടെ കെജ്രിവാളിൻ്റെ കടുംപിടുത്തമാണ് ഈ കാര്യങ്ങൾക്കൊക്കെ കാരണമായത് എന്ന് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സാധാരണ പിന്തുണയ്ക്കുന്നവരുമൊക്കെ കരുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം മറ്റൊന്ന്, എല്ലാത്തിനും ഒരേ ഒരു വാക്കും ഒരേ ഒരു നേതാവുമാണ് കെജ്രിവാൾ എന്നുള്ള നിലയിൽ വന്നതോടുകൂടി വേറൊരു വീഴ്ച കൂടി സംഭവിച്ചു. എതിരാളികളുടെ എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കുവാനുള്ള ബാധ്യത അദ്ദേഹത്തിൽ മാത്രം നിക്ഷിപ്തമായി. ആ തന്ത്രങ്ങൾ പയറ്റുന്നതിൽ അദ്ദേഹത്തിന്
വീഴ്ച സംഭവിച്ചു. നമുക്കറിയാം പരമ്പരാഗതമായി പയറ്റി തെളിഞ്ഞ പോരാളികളാണ് എല്ലാ രണ്ടു വശത്തുമുള്ളത്. കോൺഗ്രസിനാണെങ്കിൽ തന്നെയും ബി ജെ പിക്കാണെങ്കിൽ തന്നെയും ഈ തന്ത്രങ്ങളെയും ഒളിയമ്പുകളെയും കൃത്യമായി പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു വഴക്കവും തഴക്കവും വേണം. അത് കെജ്രിവാളിന് ലാക്ക് ചെയ്തു. അതും അദ്ദേഹത്തിന് വലിയൊരു വീഴ്ചയായിട്ട് ഉണ്ടായി. അപ്പോൾ ആ സ്വന്തം യൂണിറ്റിൽ നിന്നും നേതാക്കൾ ചോർന്നു പോകുന്നത് പോലും തടയുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ ഇത് വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജിന് കോട്ടം വരുത്തുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ പതനം പോലെ തന്നെ അവരുടെ ഭാഗത്ത് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അരവിന്ദ് കെജ്രിവാൾ വാഗണർ കാർ ഓടിച്ച് ഒരു സാധാരണക്കാരൻ്റെ നേതാവായി സാധാരണ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഒരു നേതാവായിരുന്നു. പിന്നീട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് കോടികൾ ചെലവഴിച്ച് ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെയാണ്. അരവിന്ദ് കെജ്രിവാൾ ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി മാറിക്കഴിഞ്ഞോ? സാധാരണക്കാരൻ്റെ നേതാവല്ല, നോ മോർ ഒരു സാധാരണക്കാരൻ്റെ നേതാവല്ല അദ്ദേഹം എന്നും ജനങ്ങൾ സംശയിക്കാൻ തുടങ്ങി. അതും കെജ്രിവാളിന് ഒരു വീഴ്ചയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷേ പറയുന്ന പ്രത്യയശാസ്ത്രത്തോട് യോജിച്ച് നിൽക്കാത്തതാണ് അവിടെ ഒരു വിഷയമായിട്ട് വന്നത്. അതെ, തീർച്ചയായിട്ടും. ആം ആദ്മി പാർട്ടിയുടെ വീഴ്ച ഇതൊക്കെയാണ്, പാളിപ്പോയത് ഇന്ന ഭാഗങ്ങളിലൊക്കെയാണ്. പക്ഷെ അവിടെയെല്ലാം ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് വിജയിച്ച BJPയുടെ തന്ത്രം എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ കണ്ടു, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയേറ്റു. അവർ ഒരു കംപ്ലീറ്റ് സ്വീപ്പ് സ്വപ്നം കണ്ടിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. ആ സ്വപ്നത്തിനൊത്ത് തിരിച്ചടി നൽകുകയെന്നതാണ് കണ്ടത്. ഇന്ത്യ സഖ്യം പലയിടത്തും അവർ മുന്നേറ്റം നടത്തി, അപ്രതീക്ഷിത മുന്നേറ്റം. അപ്പോൾ അതിനുശേഷം ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കംപ്ലീറ്റ് ഒരു NDAയുടെ മുഖമാകെ മാറുന്നതാണ്, പ്രവർത്തന രീതിയാകെ മാറുന്നതാണ് നമ്മൾ കണ്ടത്, ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ അവർ വിജയം നേടി. ആരും അത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ BJPയും പ്രതീക്ഷിച്ചു, RSSും പ്രതീക്ഷിച്ചു. അവിടെ RSS എന്നൊരു ഫാക്ടറാണ് നിർണായകമായത്. അവർ കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുകയും വിജയം നേടിയെടുക്കുകയുമാണ് ചെയ്തത്. മാക്രോ ലെവലിലേക്ക് പോയി ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച് ഒരു വ്യക്തമായ പ്ലാൻ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന RSSനെയാണ് നമ്മൾ കണ്ടത്. ആ വിജയം അവർക്ക് സമ്മാനിക്കുകയും ചെയ്തു BJPക്ക്. അതിനുശേഷം മഹാരാഷ്ട്രയിലും ഈ ഒരു പ്ലാൻ സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ RSSന് സാധിച്ചു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല, രാഷ്ട്രീയ പണ്ഡിതന്മാർ കരുതിയില്ല അവിടെ BJPക്ക് ജയം നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. അവിടെയും വളരെ മികച്ചൊരു വിജയം നേടിയെടുക്കുവാൻ RSSൻ്റെ ചിറകിലേറി BJPക്ക് സാധിച്ചു. ഇവിടെയും RSS വലിയൊരു ഫാക്ടറായി. 50,000-ത്തിലധികം ഡ്രോയിങ് റൂം മീറ്റിങ്ങുകളാണ്, അതായത് ഓരോ വീടുകളിലും പോയുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ കണ്ട് കൃത്യമായി അവരോട് സംസാരിക്കുവാനും അവരിലേക്ക് തങ്ങളുടെ ആശയങ്ങൾ എത്തിക്കുവാനും RSSന് സാധിച്ചു. അത് BJPക്ക് വലിയ ഗുണം ചെയ്തു. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ ഫ്രീ ബി എന്ന് പറയുന്ന ഒരു ആയുധത്തെ, അതേ ആയുധം തന്നെ പ്രയോഗിച്ചുകൊണ്ട് BJP നേരിട്ടതിനെയും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത് കൃത്യമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അവർ ആം ആദ്മി പാർട്ടിയുടെ ഫ്രീ ബി പദ്ധതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സയുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് 2,100 രൂപ എല്ലാ മാസവും കൊടുക്കും എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പെൺമക്കളുടെ വിവാഹത്തിന് 1 ലക്ഷം നൽകും. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് മെട്രോ യാത്ര, ലോകോത്തര നിലവാരമുള്ള റോഡുകൾ, സൗജന്യമായി വൈദ്യുതി 200 യൂണിറ്റ് വരെയാണ് അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ആ 200 യൂണിറ്റ് എന്നുള്ളത് 300 യൂണിറ്റിന് മുകളിലേക്ക് BJP വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ 300 യൂണിറ്റ് വരെ സൗജന്യമാക്കും, സ്ത്രീകൾക്ക് 2,100 രൂപ 2,500 രൂപ കൊടുക്കും എന്ന ഒരു വാഗ്ദാനം നൽകി. ഗർഭിണികൾക്ക് 21,000 രൂപയും 6 പോഷകാഹാരങ്ങളുടെ കിറ്റും നൽകും. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ അവർ വാഗ്ദാനം ചെയ്തു. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഡൽഹിയിലും നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. 5 ലക്ഷത്തിൻ്റെ അധിക ആരോഗ്യ ഇൻഷുറൻസ് അവർ പ്രഖ്യാപിച്ചു. 60 മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് 2,500 രൂപ ഓരോ മാസവും കൊടുക്കും. 70-ന് മുകളിൽ പ്രായമുള്ളവരുടെ പ്രതിമാസ പെൻഷൻ 2,500-ൽ നിന്നും 3,000-ആക്കി ഉയർത്തും. ഇതൊക്കെ വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും BJPക്ക് സാധിച്ചു. RSSലൂടെയും അതുപോലെ തന്നെ BJP നേതാക്കളും ഇക്കുറി കയ്യും മെയ്യും മറന്ന് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്മൃതി ഇറാനി എന്ന നേതാവ് എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യനാണ്. അവരുടെ തന്ത്രങ്ങളും ആ പ്രചരണ വേളയിൽ BJPക്ക് ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ. വളരെ മികച്ച രീതിയിൽ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, കുടിവെള്ള പ്രശ്നം. BJP ക്യാമ്പയിനിങ് വേളയിൽ എടുത്തു കാണിച്ച ഒരു പ്രശ്നം, കുടിവെള്ള പ്രശ്നം വളരെ ശാശ്വതമായി പരിഹരിക്കും ഞങ്ങൾ എന്നാണ് അവർ പറഞ്ഞത്. എങ്ങനെ? ഹരിയാന ഭരിക്കുന്നത് BJP, കേന്ദ്രം ഭരിക്കുന്നത് BJP, ഡൽഹിയിലും BJP വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല.
അമിക്കബിളി എല്ലാം നമ്മൾ സോൾവ് ചെയ്യും, ഹരിയാന സർക്കാരുമായി നല്ലൊരു നീക്കുപോക്കുണ്ടാക്കും, വെള്ളം യഥേഷ്ടം എത്തിക്കാൻ സാധിക്കും, യമുന ഞങ്ങൾ വേഗത്തിൽ ശുചീകരിക്കും, ഗംഗ ശുചീകരണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ ഞങ്ങൾക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അവരും ചിന്തിച്ചു, ഇവരും നമുക്ക് ഫ്രീ ബീസ് തരും, ഒപ്പം തന്നെ കേന്ദ്രത്തിലും BJP, ഹരിയാനയിലും BJP, ഡൽഹിയിലും BJP ആണെങ്കിൽ ഞങ്ങളുടെ കുറേയേറെ പ്രശ്നങ്ങൾ വേഗത്തിൽ സോൾവ് ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ എന്തിന് ആം ആദ്മി പാർട്ടിയെ വീണ്ടും ഭരണത്തിൽ കൊണ്ടുവരണം, വീണ്ടും ഒരു ക്ലാഷിലേക്ക്, അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് എന്തിന് നമ്മുടെ നാടിനെ നയിക്കണം എന്ന് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുവാൻ BJPക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു തന്ത്രം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന കർമ്മ മേഖല എന്ന് പറയുന്നത് രാജ്യതലസ്ഥാനം തന്നെയായിരുന്നു, ഡൽഹി തന്നെയായിരുന്നു. ഡൽഹിയിലെ ഭരണം നഷ്ടപ്പെടുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഇനി എന്ത് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് മേഘ. എന്തുകൊണ്ടെന്നാൽ ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചത് ഡൽഹിയിലാണ്. ഇത്രയും നാൾ അതിന് ഇളക്കമൊന്നും ഉണ്ടായില്ല, തുടർ ഭരണം നേടിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ നിലം പതിച്ചിരിക്കുകയാണ്. ഡൽഹി ഭരണത്തിൻ്റെ നിഴലിൽ തന്നെയാണ് പഞ്ചാബിൽ ഭരണം പിടിച്ചത്. മറ്റു പല സംസ്ഥാനങ്ങളിലും അവരുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഭരണം അവർക്ക് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു, നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയായിരുന്നു. പക്ഷേ അടുത്തിറക്കാണ് ഇപ്പോൾ ഇളക്കം തട്ടിയിരിക്കുന്നത്. ഇത് അവരുടെ ഭാവിയിലേക്ക് ശക്തമായൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആം ആദ്മി പാർട്ടി ഇനി നേരിടാൻ പോകുന്നത് കൊഴിഞ്ഞു പോക്കിനെ എങ്ങനെ തടയാൻ സാധിക്കും എന്നുള്ളതായിരിക്കും. ആ ഒരു വിഷയത്തിൽ അഗ്രഗണ്യന്മാരാണ് സ്ട്രാറ്റജിയൊക്കെ തയ്യാറാക്കി എതിരാളികളെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ BJP. ആ നീക്ക് പോക്കിന് തടയിടുവാൻ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിന് എങ്ങനെ സാധിക്കുന്നു? 2, ക്രിയാത്മകമായ പ്രതിപക്ഷമായി തുടരുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ശക്തമായതിന് തുടരുവാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ മദ്യനയ കേസിൻ്റെയൊക്കെ ഭാവി ഏത് തരത്തിലേക്ക് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ബാധിക്കും എന്നുള്ളതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. മറ്റൊന്നും പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതും. കാരണം ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജിന് കോട്ടം തട്ടിയിരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടു. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പിൽ തോറ്റു. അപ്പോൾ എക്സ്പീരിയൻസ് കുറഞ്ഞവരായിരിക്കും ഇനിയിപ്പോൾ നിയമസഭയിൽ ഇവരെ നയിക്കേണ്ടത്. അവരുടെയൊക്കെ തന്നെ ഇൻഎക്സ്പീരിയൻസ് ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ ബാക്ക് സീറ്റ് ഡ്രൈവിങ്ങിലൂടെ അരവിന്ദ് കെജ്രിവാൾ പരിഹരിക്കാൻ പോകുന്നത്? ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അവരുടെ ഭാവി. ഒപ്പം തന്നെ പഞ്ചാബ്, അത് കഴിഞ്ഞ് മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും എങ്ങനെ ഇവർക്ക് കടന്നു ചെല്ലാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി അവർ നേരിടാൻ പോകുന്നൊരു വലിയൊരു ചോദ്യം. അതായത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും അവർക്ക് പല സ്ഥലങ്ങളിലായി ചെറിയ പോക്കറ്റുകളിലാണെങ്കിൽ പോലും ശക്തമായ പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചു. പുതിയൊരു പ്രതീക്ഷയാണ് ആം ആദ്മി പാർട്ടി എന്ന് കേരളത്തിലുള്ളവർ പോലും പറയാൻ തുടങ്ങി. ഇതിനിടയിലാണ് ഈ തിരിച്ചടി നേരിട്ടത്. ഇനി ഭാവിയിൽ എങ്ങനെയൊക്കെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കും? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തോറ്റിട്ടുണ്ട്, തിരഞ്ഞെടുപ്പുകൾ തോറ്റ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ ശക്തമായി അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരല്പം കൂടി എക്സ്പീരിയൻസ്, തഴക്കവും വഴക്കവും കെജ്രിവാൾ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നതിൽ നേരിടേണ്ടിയിരിക്കുന്നു. സ്വന്തം പാർട്ടിക്കാരെ ഹാൻഡിൽ ചെയ്യുന്നതിലും ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെയും അന്വേഷണങ്ങളെയും നേരിടുവാനും ഈ ഒരു തഴക്കവും പഴക്കവും അനിവാര്യമായ ഘടകം തന്നെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ പയറ്റി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും ഇനി ഭാവി എന്ത് എന്നുള്ളത് ചോദ്യചിഹ്നത്തിൽ തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് BJP തലസ്ഥാനത്ത് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമോ എന്നുള്ളത്. എന്ത് തന്നെയായാലും നോക്കിയിരുന്നത് തന്നെ കാണണം. ഇന്നത്തെ ടോക്കിംഗ് പോയിന്റ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.